അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് പ്രകാരം സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നടത്തപ്പെടുന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് അഥവാ 2024 ഫെബ്രുവരി 22 നടത്തിയ 4ാം ക്ലാസ്സിലെ താരീഖിന്റെ ചോദ്യപേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയെക്കുറിച്ച് വിലയിരുത്തുവാനും അതുപോലെ തന്നെ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായും പരിഗണിക്കാവുന്നതാണ്. ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം ശരിക്ക് ശരി എന്ന് നൽകുക എന്നുള്ളതാണ്. ഔദാര്യശീലരും സ്നേഹസമ്പന്നരും ആയിരുന്നു ഖുറൈശികള് അൻസാറുകള്. 2 ചോയ്സാണ് കൊടുത്തിട്ടുള്ളത്. 2 ഹിജ്റ കൊണ്ട് അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവർ അൻസാറുകള് മുഹാജിറുകൾ. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹുജ്റത്ത് ഷരീഫ മസ്ജിദുൽ ഹറാം. 4 മദീന അറിയപ്പെട്ടിരുന്നത് സിറിയ യസ്രിബ. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് നിസ്കരിച്ച ആദ്യ ജുമുഅ ബത്നുൽ വാദിയിൽ ഖുബായിൽ. 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ പണിതുയർത്തപ്പെട്ട പള്ളി മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി. എത്യോപ്യൻ രാജാവ് അബുലഹബ് നജാഷി. ഇവരിൽ ശരിയായ ഉത്തരത്തിന് ടിക്ക് ഇടുക എന്നുള്ളതാണ് ചോദ്യം. 2ാമത്തെ ചോദ്യം പൂർത്തിയാക്കാം എന്നുള്ളതിന് ഓരോന്നിനും 2 മാർക്ക് വീതം. 1 63ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡാഷ്. 2 നബി തങ്ങളെ കണ്ടെത്തുന്നവർക്ക് വിലപിടിപ്പുള്ള സമ്മാനം ഖുറൈശി പ്രമുഖർ ഡാഷ്. 3 പുതുപ്പിനുള്ളിൽ അലി റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ഡാഷ്. 4 യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ദിവസം സൗർ ഗുഹയിൽ ഡാഷ്. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ട വിവരമറിഞ്ഞ മദീന നിവാസികൾ ഡാഷ്. 6 നിസ്സഹകരണത്തിൽ നിന്നും നബി കുടുംബം മോചിതരായ ശേഷം അബൂ താലിബ് ഡാഷ്. 3 ഉത്തരം എഴുതാം. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം. മദീനയിൽ താമസിക്കാൻ ക്ഷണിച്ച അൻസാറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടത് എന്നായിരുന്നു? 3 ദാറുൻ നദവയിൽ യോഗം ചേർന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? 4 മുനാജാത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? 5 മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി ആര് മുഖേന? 4ാമത്തെ ടൈപ്പ് ചോദ്യം വ്യക്തമാക്കാം. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. 1 ഇസ്ലാമിൽ അംഗമാകുമ്പോൾ അലി റളിയല്ലാഹുവിന്റെ പ്രായം എത്ര? 2 എത്യോപ്യയിലേക്ക് പോയ ആദ്യ ഹിജ്റയിൽ ഉണ്ടായിരുന്നവർ. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആമുൽ ഹുസ്ൻ ഉണ്ടായ വർഷം. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോയി എന്തായിരുന്നു ഉദ്ദേശം? 5ാമത്തെ ടൈപ്പ് ചോദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കാം. അവിടെ 2 ചോദ്യമാണുള്ളത്. ഒരു ചോദ്യത്തില് 4 ഭാഗം വിട്ടുപോയിട്ടുണ്ട്. ഓരോ വിട്ടുപോയ ഭാഗത്തിനും ഓരോ മാർക്ക് വീതം. 1
അങ്ങയുടെ പ്രാർത്ഥന അല്ലാഹു ഡാഷ് അവിടുന്ന് അനുവാദം ഡാഷ് പക്ഷം ഈ രണ്ട് ഡാഷ് അവരുടെ മേൽ ഡാഷ് അവരെ മുഴുവനും നശിപ്പിക്കാം. 2 വിശ്വാസ ഡാഷ് എല്ലാം ഉപേക്ഷിച്ചു ഡാഷ് ഹിജ്റ പോയി ഡാഷ് മുഹാജിറുകൾ എന്ന് ഡാഷ് വിട്ടുപോയ ഭാഗം പൂർത്തീകരിക്കുക. ഇതോടുകൂടി നമ്മുടെ പരീക്ഷ ചോദ്യപേപ്പർ അവസാനിക്കുകയാണ്. താരീഖിന്റെ പേപ്പർ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന് പരീക്ഷ എഴുതിയ എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.